ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹണ്ടർ ഫാഷനിലേക്ക്. ഇതിൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഇയറിങ്സ് മേക്കിംഗ് ആണ് കേട്ടോ. അത് മേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു കുട്ടി കഥാപ്രസംഗം കൂടി ഉണ്ട് കേട്ടോ. അതൊന്ന് കേട്ട് നിങ്ങൾക്ക് ബോറടിക്കില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ പണ്ട് മുന്നേ, അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 2 വർഷം മുന്നേ എന്നൊക്കെ പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ട്, അതായത് കുഞ്ഞ് കമ്മലൊക്കെ ഇടാൻ ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. അതായിരുന്നു എൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. വളരെ കുഞ്ഞായിട്ടുള്ള കമ്മൽ, ചെറിയ മാല, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വള, കൈച്ചേൻ അങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. എൻ്റെ മുഖത്തിന് അതേ ചേരുവുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ മുന്നേ നമ്മൾ ഗോൾഡിൻ്റെ കമ്മൽ, ചെറിയ കമ്മലുണ്ടല്ലോ, അതാ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇമിറ്റേഷൻ ഉപയോഗിക്കണം എന്നെപ്പോഴെങ്കിലും തോന്നിയാലും 5 രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സ്റ്റഡില്ലേ, അതായത് ഒരു കുഞ്ഞ് പേള് വരുന്ന, വൈറ്റ് കളർ പേള് വരുന്ന ഒറ്റ സ്റ്റഡ്, അതാട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എപ്പോഴൊക്കെയോ ഇതൊന്ന് മാറ്റണം, എൻ്റെ കുറച്ചും കൂടി ഒന്ന് വലിയ കമ്മലൊക്കെ ഇട്ട് നോക്കാം എന്നൊക്കെ വിചാരിക്കുന്ന എൻ്റെ അനിയത്തിയുടെ കല്യാണം ആ ഒരു ടൈമിലൊക്കെയാണ് കേട്ടോ. കുറച്ചുകൂടെ വലിയ കമ്മലൊക്കെ മേടിക്കാമെന്നൊക്കെ ഓർക്കുന്നത്. എൻ്റെ കല്യാണത്തിന് തന്നെ മിക്ക സംഭവങ്ങളും, ഇപ്പോൾ കമ്മലായിക്കോട്ടെ അല്ലെങ്കിൽ വളയും ഒക്കെ എടുത്ത സമയത്ത് ഞാൻ ഏറ്റവും തിന്നായിട്ടുള്ളത് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ കമ്മലാണെങ്കിലും കുഞ്ഞി ഇലയുടെ ഒക്കെ ടൈപ്പ് കമ്മലില്ലേ, അതാണ് കേട്ടോ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് കുഞ്ഞി സ്റ്റഡും. അപ്പോൾ ഓൾറെഡി എൻ്റെ ഫേസ് കുറച്ച് കുഞ്ഞു ഫേസാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുഞ്ഞു കമ്മലും കൂടി ഇടുമ്പോഴത്തേക്കും അത് അത്ര ചേരാത്ത പോലെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. പണ്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെയുള്ള കമ്മൽ, കുറച്ച് വലിയ കമ്മലുകളാണ് ഇടാൻ ഇഷ്ടപ്പെടുന്നതും ഇടുന്നതും. അപ്പോൾ ഇന്നത്തെ കമ്മലെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. എപ്പോഴും കടയിൽ ഇപ്പം ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള ഐറ്റംസ്, അതായത് ഇമിറ്റേഷൻസ് ഒക്കെ വാങ്ങിക്കുന്നത് കുറവായിട്ടുള്ള ഒരാളാണ് കേട്ടോ. പലപ്പോഴാ കൂടി വാങ്ങിച്ചാലും വാങ്ങിക്കുന്നത് ഇതുപോലെ കമ്മലുകളായിരിക്കും കേട്ടോ കൂടുതലും ഇപ്പോൾ വാങ്ങിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ മാല ഒക്കെ താലിമാലയായിരിക്കും യൂസ് ചെയ്യുന്നത്, വള ഏതെങ്കിലും ഒരു 2 വള അങ്ങനെ ആയിരിക്കുമല്ലോ ഇടുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഇതുപോലുള്ള കമ്മലുകളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങിയത്. 2-3 ദിവസം മുമ്പ് ഞാൻ ജ്വല്ലറി മേക്കിംഗ് കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലിതുപോലെ നമുക്ക് കമ്മലുകളൊക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മൽ മേക്ക് ചെയ്യുന്നത്. ഇതും അതുപോലെ ഞാൻ മേക്ക് ചെയ്തിട്ടുള്ള ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. രസമല്ലേ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി കൂടുതലും കൊണ്ട് നിങ്ങൾക്ക് അത്ര ഭംഗി തോന്നാൻ ചാൻസ് ഇല്ല, പക്ഷേ നേരിട്ട് നല്ല ഭംഗിയുള്ള കമ്മലാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഈ ഒരു ഡ്രസ്സിൻ്റെ ചേരുവൊന്നുമില്ല, ബട്ട് ഞാൻ എടുത്തിട്ടു എന്നേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഗോൾഡൻ കളർ വർക്ക് വരുന്ന ഗോൾഡ് കളർ വർക്ക് വരുന്ന ചുരിദാറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഒരു ഗോൾഡ് കളർ അങ്ങനത്തെ കമ്മലാണ് യൂസ് ചെയ്യാറ്. ഇതെങ്ങനെയുണ്ട്, ചേരുന്നുണ്ടോ എനിക്ക് ഈ കമ്മൽ എന്നൊക്കെ നിങ്ങൾ പറയും കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുപോലത്തെ കമ്മലൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ മേടിച്ച് വെച്ചാൽ നിങ്ങളുടെ ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. വിലയും കുറവാണ്. അപ്പോൾ നമുക്ക് ഓടിപ്പോയിട്ട് ഈ ഇയറിങ്സ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഇതേപോലെ ഒരു OHP ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഗ്ലൂ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ എന്ന് പറയുന്നത് B7000 ഗ്ലൂ ആണ് ഒട്ടിക്കുന്നത്. OHP ഷീറ്റ് തന്നെയാണ് കേട്ടോ വെച്ചേക്കുന്നത്. അതിൻ്റെ അടിയിലൊരു വെള്ള പേപ്പർ ഉണ്ടെന്നേ ഉള്ളൂ. മുമ്പ് ആദ്യമായിട്ട് ഈ സാധനം വാങ്ങിക്കുന്ന സമയത്ത് കടയിൽ പോയിട്ട് OMR ഷീറ്റ് എന്നാണ് കേട്ടോ ചോദിച്ചത്. അപ്പോൾ അനിയത്തിയ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു OMR ഷീറ്റ് അതല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞായിരുന്നേ. പിന്നെ അവർക്കപ്പം മനസ്സിലായി എനിക്ക് ആ സംഭവത്തിൻ്റെ പേരറിയാത്തത് കൊണ്ടാണെന്ന്. അവർ എന്നെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു തന്നു ഈ ഷീറ്റിൻ്റെ പേരെന്താണെന്ന്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്കിതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാനും സ്റ്റോൺസൊക്കെ, അതായത് മുത്തും ചെറിയ ചെറിയ സ്റ്റോൺസും വെച്ചിട്ട് നമുക്ക് തന്നെ അടിപൊളിയായിട്ടുള്ള സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു ഷേപ്പ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് ഇഷ്ടമുള്ള ബീഡ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഏത് കളറാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഒരു റെഡ് കളറാട്ടോ കൊടുക്കുന്നത്. ഓണമൊക്കെ ആണല്ലോ വരുന്നത്, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്നൊരു വർക്കും കൂടിയാണ്. അപ്പോൾ വൈറ്റും ഒരു ഗോൾഡ് കളറും പിന്നെ ഏതെങ്കിലും ഒരു ബീഡും ഒക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ബീഡ്സ് അല്ല സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പശയാക്കിയിട്ട് അച്ചലം ഉച്ചലം കുറച്ച് സ്റ്റോൺസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക, അതായത്
ഒന്ന് ഇറുകിയിരിക്കുന്ന രീതിയിലൊക്കെ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് മാലയുടെ ആ ഒരു ചുട്ടിയില്ലേ അതാക്കാൻ പറ്റും, ലോക്കറ്റ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോതിരത്തിൽ ഒട്ടിച്ചിട്ട് മോതിരമാക്കാനായിട്ട് പറ്റും. ഇങ്ങനെ മാത്രമായിട്ട് നമുക്ക് സ്റ്റഡ് പോലെ യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി അലങ്കോല പരിപാടി വേണം എന്നുള്ളതുകൊണ്ട് ഞാനൊരു സ്റ്റഡ് അല്ലാണ്ട് മേക്ക് ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റഡ് വേണമെങ്കിൽ നമുക്ക് പേൾ മാത്രം വെച്ചിട്ട് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡ് മാത്രം വെച്ച് കൊടുക്കാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ വേറൊരു ചെയിനും അതുപോലെ തന്നെ കമ്മലും ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഒന്ന് വെട്ടി കൊടുക്കുക. ഷീറ്റ് വെട്ടിയെടുക്കുമ്പോൾ എവിടെയാണോ നമുക്ക് ആ ഒരു നമ്മുടെ സ്റ്റഡുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് അവിടെ ഒരു ചെറിയ ഭാഗം വിട്ടിട്ട് വേണം വെട്ടിയെടുക്കുക കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോയിൽ കറക്റ്റ് ആ ഒരു വെട്ടുന്നത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. ഒരു ചെറിയ പോർഷൻ വിട്ടിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമുക്കതങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇടണമല്ലോ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. രണ്ടിലും അതുപോലെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബാക്കിയുള്ള ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് കാണാത്ത രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അത് ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ചെറിയ പോർഷൻ നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നത്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളല്ലേ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കല്ലേ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇതിൻ്റെ അകത്തേക്ക് നമുക്കിനി കമ്മലിൻ്റെ ആ ഒരു ഇതും കൂടി വെച്ച് കൊടുക്കാം. ഇതും B7000 ഗ്ലൂ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. രസമല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. സെയിം മോഡലിൽ നമുക്ക് ബീഡ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ.